ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു മക്രോണി റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. മക്രോണിയിൽ സോസേജൊക്കെ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള മക്രോണി റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു മക്രോണി സോസേജ് റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ 400 ഗ്രാമിൻ്റെ ഒരു മക്രോണി പാക്ക് എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ മക്രോണി റെസിപ്പിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മക്രോണി വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടാവുമ്പോഴേക്കും പാക്ക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇത് ഒരു യെല്ലോ കളർ പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വെന്ത് കഴിയുമ്പോൾ ഒരു വൈറ്റ് കളറായി മാറും. അതാണ് മക്രോണിയുടെ വേവ് കേട്ടോ. അപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ മക്രോണി ഇട്ട് കഴിഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നന്നായിട്ട് മിക്സാക്കി ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിത് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. ഇനി ബാക്കി പരിപാടികൾ നോക്കാം. ഞാനിവിടെ സോസേജ് ബീഫിൻ്റെ സോസേജാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇസ്ലാമിയുടെ സോസേജാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഈ പാക്ക് പൊട്ടിച്ചിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റണം. അപ്പോൾ സോസേജിൻ്റെ പാക്ക് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. സോസേജ് തണുപ്പുണ്ട്. ഞാനിനി ഇത് ചെറിയ പീസുകളാക്കി മാറ്റാൻ പോവാണ്. ഈ ഒരു തിന്നിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്ത സോസേജ് പീസുകൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. അപ്പോൾ ഈ ഒരു സൈസിലാണ് ഞാൻ സോസേജ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളതും കൂടെ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. എങ്കിലേ മക്രോണിയുടെ എല്ലാ ഭാഗത്തും നമുക്കൊന്ന് കടിക്കാൻ കിട്ടുള്ളൂ സോസേജ്. അങ്ങനെ നമ്മുടെ സോസേജ് കട്ടിങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മക്രോണി ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. യെല്ലോ കളറൊക്കെ മാറി വൈറ്റ് കളർ വന്നിട്ടുണ്ട്. നമ്മുടെ മക്രോണി ഇവിടെ വേവായിട്ടുണ്ട്. ഞാനിവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മക്രോണി. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് സ്റ്റൗവ് കത്തിച്ചെടുക്കാം. ചട്ടി ചൂടായതിന് ശേഷം ഞാനിവിടെ എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിലാണ് ചേർക്കാൻ പോകുന്നത്. അത് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ പാൻ ചൂടായതിന് ശേഷം ഒലീവ് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഒലീവ് ഓയിലിലാണ് ഞാൻ ഈ ഒരു സോസേജ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം സോസേജ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാനിവിടെ ബീഫ് സോസേജ് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. ഇനി കൂടുതൽ ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇനി സെയിം സ്റ്റൗവിൽ ഞാൻ മറ്റൊരു ചട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് വലുപ്പമുള്ള ചട്ടിയാണ് കേട്ടോ. അപ്പോൾ സോസേജും മക്രോണിയും എല്ലാം കൂടെ ഇട്ട് ഇളക്കി മിക്സാക്കി എടുക്കണം. അതിന് വേണ്ടി സൈസിലുള്ളൊരു വലിയ ചട്ടിയാണ് ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് സവാളയും പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഈ ഒരു സമയത്ത് ഞാൻ അല്പം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഉപ്പ് വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മസാല പൊടികളാണ്. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങളുടെ എരിവ് എത്രയാണോ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അല്പം ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഇത്ര മസാലപ്പൊടികളെ ഞാൻ ചേർക്കുന്നുള്ളൂ, കൂടുതലായിട്ടൊന്നും ചേർക്കുന്നില്ല. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്ത് നമ്മുടെ ബീഫ് സോസേജ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ചേർക്കുന്നത് 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക.
അങ്ങനെ നമ്മുടെ സോസേജും തക്കാളിയും ഉള്ളിയും മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള മക്രോണി ചേർത്തിട്ട് വീണ്ടും മിക്സാക്കി എടുക്കാൻ പോവാണ്. ഇപ്പോൾ മക്രോണി ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായി മിക്സാക്കി എടുക്കണം. ശേഷം 2-3 മിനിറ്റ് അടച്ച് വെക്കണം. ഞാനിവിടെ 2 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ട്. ശേഷം തുറന്ന് അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ 2-3 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ സോയാ സോസ്, ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ചില്ലി സോസും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി മല്ലിയില, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. എൻ്റെ ഇതിൽ അല്പം ഉപ്പ് കുറവുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ശേഷം അടച്ചു വെക്കാം, തീ ഓഫ് ചെയ്തിട്ട്. ഇനി കഴിക്കുന്ന സമയത്ത് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് സോസേജ് മക്രോണി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഞാനിവിടെ ബൗളിലേക്ക് സെർവ് ചെയ്യാണ്. ചൂടോടുകൂടി തന്നെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ ഒരു മക്രോണീൻ്റെ കൂടെ ആ സോസേജും കൂടെ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പതിവ് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെ ഞാൻ അല്പം ചീസ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചീസ് ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഈ ഒരു ഡിഷ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഇൻഷാല്ലാ അടുത്ത ദിവസത്തിൽ തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.